2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഒരു റിസൾട്ടിനായുള്ള കാത്തിരിപ്പ് ഇനി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് എടുത്തു പറയാൻ പറ്റും. തീർച്ചയായിട്ടും കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കേരളത്തിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. അതിനിടയിൽ തന്നെയാണ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ പല രീതിയിലുമുള്ള രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അന്തിമഘട്ട അവസാന സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും വോട്ടേഴ്സ് സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ അല്ലാതെയുള്ള ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതായത് ത്രികോണ പോരാട്ടം വളരെ കടുത്ത രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം, തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും നമ്മൾ കണക്കുകളിലേക്ക് തന്നെ പോകേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ് കഴക്കൂട്ടത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റം, അട്ടിമറി എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ത്രികോണ പോരാട്ടം, അതായത് UDF, LDF, BJP തമ്മിലുള്ള ഒരു ത്രികോണ പോരാട്ടം, ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം എന്നാണ്. അതായത് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷമായിരിക്കും വിജയിക്കുന്നത് ആരായാൽ തന്നെയും അവർക്ക് ലഭിക്കുക എന്നുള്ളത് വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അട്ടിമറി സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതായത് ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു കഴക്കൂട്ടത്തെന്നും എടുത്തു പറഞ്ഞിരിക്കുന്നു സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും. അതിലെടുത്തു പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് BJPക്ക് വളരെയേറെ സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. വളരെ വലിയ തോതിൽ കഴക്കൂട്ടം പോലുള്ള സ്ഥലത്ത് BJPക്ക് അടിവേരുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ LDF ആണ് അവിടെ നിലവിൽ ഭരണം. ആ ഒരു തരത്തിൽ LDF MLA മാറി അവിടെ ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാനായിട്ട് BJPക്ക് സാധിക്കുമോ, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ 3ാം സ്ഥാനത്താണ് നിലവിൽ UDF ഉള്ളതെന്ന് പറയുന്നത്. UDFന് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് വോട്ടുകൾ നന്ദി കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. BJP വോട്ടുകൾ ഉയരും, UDF വോട്ടുകളും ഉയരുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് LDFന് അടിപതറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു കഴക്കൂട്ടത്ത് എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇനി ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കുന്ന തരത്തിലോട്ട് BJP മാറുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ നേരിയ തോതിലുള്ള മുൻതൂക്കം അവിടെ കൊടുത്തിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് BJPക്ക് അവിടെ വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. LDFന് ആ സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. UDF വോട്ടുകൾ കൂടും, പക്ഷേ 3ാം സ്ഥാനത്ത് നിലനിൽക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ടുകൾ UDFന് കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം LDFന് വോട്ടുകൾ കുറയും, BJPക്ക് വോട്ടുകൾ കൂടും. പക്ഷേ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ വോട്ട് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് കഴക്കൂട്ടത്ത് നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുമോ, അതല്ല ഈ പറയുന്ന തോതിൽ LDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ, അതുമല്ല UDFന് 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ എത്താൻ പാകത്തിനുള്ള ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ അവിടെ BJPക്കാണ് നിലവിൽ നേരിയ തോതിലുള്ള മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അതിൽ 2ാം സ്ഥാനത്ത് LDFനും 3ാം സ്ഥാനം UDFനും എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതും നേരിയ തോതിലുള്ള വ്യത്യാസം മാത്രമാണ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാലും കഴക്കൂട്ടം പോലുള്ളൊരു മണ്ഡലം തീർച്ചയായിട്ടും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാധീനമുള്ളൊരു മണ്ഡലം. അവിടെ നിലവിൽ BJP 2ാം സ്ഥാനം, അവിടെ നിലവിൽ LDF ആണ് അവിടെ ഭരണം. അവിടെ ഈ പറയുന്ന തോതിൽ UDF 3ാം സ്ഥാനത്താണ് നിലവിലുള്ളതെന്ന് പറയുന്നത്. അത് അട്ടിമറിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടായിട്ട് ഈ
പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം സർവേ റിസൾട്ട് അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം അത് പ്രാവർത്തികമായി മാറും ഈ പറയുന്ന രീതിയിൽ ജനങ്ങൾ ഒരു റിയാലിറ്റി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങൾ ഏത് രീതിയിലാണ് വിധി എഴുതിയിരിക്കുന്നത്, ആ വിധി BJPക്കാണോ അനുകൂല ഘടകമായി മാറുന്നത്, UDFനാണോ അനുകൂല ഘടകമായി മാറുന്നത്, അതല്ല LDFനാണോ അനുകൂല ഘടകമായി മാറുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു. എന്തായാലും എന്തും സംഭവിക്കാം, പ്രവചനാതീതമാണ്. ആ പ്രവചനാതീതമാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം സർവേ റിസൾട്ടിൽ കൊടുത്തിരിക്കുന്നത് BJPക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ BJP വിജയിക്കാൻ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് BJPക്ക് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്താണ് കഴക്കൂട്ടം പോലുള്ള മണ്ഡലത്തിൽ സംഭവിക്കുന്നത്, സർവേ റിസൾട്ടുകൾ പോലെ തന്നെ ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് അവിടെ BJPക്ക് സാധിക്കുമോ, അതല്ല LDFന് അവിടെ വീണ്ടും വിജയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാറുമോ, UDFന് ഒരു കുതിച്ചുചാട്ടം നടത്താനായിട്ട് അവിടെ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.